ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റിൻ സോട്ടോ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസ്യൂമെ, സി വി അല്ലെങ്കിൽ ബയോഡാറ്റ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നമുക്കറിയാം, ഇന്ന് ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ആദ്യമായി തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കാര്യമാണല്ലോ സി വി, റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡാറ്റ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ എന്റെ പ്രൊഫഷൻ, ഞാൻ ഏത് പ്രൊഫഷനിലാണോ ആ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു ഹയർ പൊസിഷനിലോട്ട് മാറുന്ന സമയത്ത് എനിക്ക് അപേക്ഷിക്കുമ്പോൾ ഇതിലേതാണ് ഞാൻ കൊടുക്കേണ്ടത്? അത് സി വി ആണോ, റെസ്യൂമെ ആണോ, ബയോഡാറ്റ ആണോ? നമുക്ക് നോക്കാം. റെസ്യൂമെ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. സമ്മറി എന്നാണ് അതിന്റെ അർത്ഥം. റെസ്യൂമയിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് സ്കില്ല്, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ്, എഡ്യൂക്കേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളൊരു റെസ്യൂമയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇനി ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെയ്യുന്ന ഒരു റെസ്യൂമെ എന്ന് പറയുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ, ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജിൽ ഒതുങ്ങുന്ന ഒരു റെസ്യൂമെ ആ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യന് അത് സ്യൂട്ടാണ്. അതായത് 5-10 അതിൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാണെങ്കിൽ മാക്സിമം 2 പേജ് റെസ്യൂമെ മതിയായിരിക്കും. പകരം അതൊരു സി വി ആണെങ്കിൽ, സാധാരണയായിട്ട് സി വി ഉപയോഗിക്കുന്നത് നമ്മളുടെ അക്കാദമിക് സെഗ്മെന്റുകളാണ് സി വി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളിലോട്ട് വർക്ക് ചെയ്യുന്നവരെ, റിസർച്ചുകൾ, അതുപോലെ സ്കോളർഷിപ്പിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ, പിന്നെ നമ്മളുടെ ഡീറ്റെയിൽഡ് അക്കാദമിക് കരിയർ, ഇത്രയും എല്ലാം വളരെ റെസ്യൂമേനെ ഒരു എലാബറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റാണ് സി വി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ റെസ്യൂമെയാണ് നമ്മൾ നൽകേണ്ടത്. അതുപോലെ തന്നെ ബയോഡാറ്റയിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ബയോഡാറ്റ എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ഐസൈറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റാണ് ബയോഡാറ്റ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ഗവൺമെന്റ് സെക്ടറിലും, അതുപോലെ പോലീസ്, നേവി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ബയോഡാറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സി വി, ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, റെസ്യൂമെ എന്ന് പറയുന്നത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 5 മിസ്റ്റേക്കുകൾ ഒരു കാരണവശാലും നമ്മളൊരു റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് വരുത്തരുത്. ഒന്നാമത്തേത് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ റെസ്യൂമേൽ ഉപയോഗിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കാം, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ആയിരിക്കാം, ലിങ്ക്ഡിൻ ഐ ഡി ആയിരിക്കാം. ഇതെല്ലാം ആക്റ്റീവ് ആയിരിക്കണം. അതായത് അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത് ആക്റ്റീവ് അല്ല എന്ന്. കാരണം പലപ്പോഴും നമ്മളൊന്ന് റീചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം, ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ റെസ്യൂമെ എടുത്തിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ചിലപ്പോൾ ഫോൺ നമ്പർ ഒരു ഡിജിറ്റ് വ്യത്യാസമോ, ഇല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൾ ലെറ്റർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ കോൾ ലെറ്റർ അല്ലെങ്കിൽ കോള് മിസ്സാവുന്ന ധാരാളം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. വീണ്ടും വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓക്കെ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പലരും ഫോട്ടോ, അതായത് നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ റെസ്യൂമേയിൽ വെക്കാറുണ്ട്. ഇത് സാധാരണഗതിയിൽ ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോ വെക്കുന്നതിലൂടെ ചിലപ്പോൾ നമ്മളുടെ അപ്പിയറൻസ് നോക്കിക്കൊണ്ട് HR അല്ലെങ്കിൽ മറ്റു പലരോ ആണോ ഈ നമ്മളുടെ റെസ്യൂമെ കണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു അപ്പിയറൻസ് അവർക്കൊരു സൂട്ടായി തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കോളർ ഇല്ലാത്ത ഒരു നെക്ക് ഇട്ടിട്ടുള്ള ടീഷർട്ട് പോലെ ഇട്ട് ഒരു ഫോട്ടോ അവിടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ഫോട്ടോ മതി നിങ്ങളുടെ സി വി അല്ലെങ്കിൽ ആ റെസ്യൂമെ റിജക്റ്റ് ആവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് റെസ്യൂമെയിൽ ഫോട്ടോ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഇത്രയും കാര്യം കോൺടാക്ട് ഡീറ്റെയിൽസ് നോക്കാം. ഈ രണ്ടാമത്തെ കാര്യം, റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനും മുകളിലായിട്ട് ആദ്യമേ വരേണ്ടത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സുകളാണ്. വർക്ക് എക്സ്പീരിയൻസും അച്ചീവ്മെന്റ്സും നിങ്ങൾ അടയാളപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. കാരണം നമ്മളൊരു റിക്രൂട്ടർ നോക്കുന്ന സമയത്ത് ആ റിക്രൂട്ടർക്ക് വേണ്ട ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ജോബ് പ്രൊഫൈലിന് വേണ്ട നിങ്ങളുടെ കഴിവ് ഉണ്ടോ എന്ന ആളാണ് നോക്കുന്നത്. ക്വാളിറ്റി, അതായത് എഡ്യൂക്കേഷനേക്കാളും ഉപരിയായിട്ട് നോക്കുന്നത് അവർക്ക് ആ ജോബ് പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ നമ്മുടെ ജോബ് പ്രൊഫൈലിലെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ജോബ് പ്രൊഫൈലിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വേണം ആദ്യമായിട്ട് ഫോർമാറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്ന കാര്യമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ.
ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ പലരും ചെയ്ത് പറഞ്ഞിട്ട് ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസോ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസോ ഉള്ള ആൾ ആദ്യത്തെ വർഷത്തെ ഒരു അല്ലെങ്കിൽ 3-4 വർഷത്തുള്ള എക്സ്പീരിയൻസ് മുതൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊണ്ട് വരുന്നുണ്ടാവും. അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു ജോബ് പ്രൊഫൈലിന് എന്താണോ ആവശ്യം, നിങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്ന ജോബ് പ്രൊഫൈലിന് എന്താണോ ആവശ്യം, അതിനെ മാത്രം എലാബറേറ്റ് ചെയ്ത് അതിൽ 2-3 പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. അതിന് പകരമായിട്ട് ഞാൻ ഒരു 10 വർഷം മുന്നേ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു ടെക്നീഷ്യന്റെ CV ആണ് അല്ലെങ്കിൽ ടെക്നീഷ്യന്റെ റെസ്യൂമേ ആണ് നോക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു 3 വർഷം ടെക്നീഷ്യനായി വർക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ടെക്നീഷ്യനായി. ആ സമയത്ത് ഞാൻ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സീനിയർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ആണെങ്കിൽ പണ്ട് നിങ്ങൾ ചെയ്തത് എന്താണോ എന്ന് അറിയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് കമ്പനിയിലേക്ക് ചേരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആ റിക്രൂട്ട്മെന്റ് ടീം നോക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന റെസ്യൂമേയിൽ റെഫറൻസ് അഡ്രസ്സ് പലരും വെച്ചിട്ട് കാണാം. ആ റെഫറൻസ് അഡ്രസ്സ് ഒന്നും, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. അപ്പോൾ ആ റെഫറൻസ് അഡ്രസ്സ് വെക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ കാലത്ത് റെസ്യൂമേയിൽ ആവശ്യമില്ല. നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യണമെന്നോ റിക്രൂട്ട്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ അവർ അത് ചെയ്തിരിക്കും. അതിനുവേണ്ടി നിങ്ങളൊരു റെഫറൻസ് അഡ്രസ്സ് വെച്ച് അതിൽ ആ സ്പേസ് വേസ്റ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. അതുപോലെ തന്നെ ഫോർമാറ്റ് മുഴുവൻ, അതായത് റെസ്യൂമേലെ ഫോർമാറ്റിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ ഫോണ്ടിന്റെ ഒരു ഈക്വാലിറ്റി എന്നൊക്കെ പറയാം നമുക്ക്. അതായത് ഒരു ഫോണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി 1-2 ഫോണ്ടിൽ നിർത്തുക. അതിൽ കൂടുതൽ ഫോണ്ടുകൾ ഉപയോഗിക്കരുത്, ലെറ്റർ ഫോണ്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാൻ നോക്കാം. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ കാര്യം പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഒരു മാരുതിയിൽ ഒരു 10 വർഷം വർക്ക് ചെയ്ത ഒരാളുടെ റെസ്യൂം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ മാരുതി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ ആ ഒരു റെസ്യൂമെ ചിലപ്പോൾ അല്ലെങ്കിൽ ആ റെസ്യൂമെ തന്നെ കൊണ്ട് തന്നെ ആ എക്സിക്യൂട്ടീവിനെ, ആ എക്സിക്യൂട്ടീവിനെ വിലയിരുത്താൻ പറ്റും ഇയാളുടെ എന്തുമാത്രം ആള് ശ്രദ്ധിച്ചിട്ടാണ് ഈ റെസ്യൂമെ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ എന്തെല്ലാം മിസ്റ്റേക്കാണ് വരുത്താൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ അവർക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മിസ്റ്റേക്ക് വരുത്താതെ തന്നെ നമ്മൾ ഒരു റെസ്യൂമെ തയ്യാറാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോള് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ, അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എക്സിക്യൂട്ടീവിനോ അല്ലെങ്കിൽ ആരാണോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അവർക്ക്, ഇല്ലെങ്കിൽ അവർ എടുക്കുന്നത് 10-20 സെക്കൻഡുകളായിരിക്കും നിങ്ങളുടെ ഒരു റെസ്യൂമെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ കാണുന്ന അല്ലെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിനെ ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത കോൾ ലെറ്ററിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതൊരു ടിപ്പായിട്ട് പറയാം. അതായത് പലരും അച്ചീവ്മെന്റ്സുകളോ അല്ലെങ്കിൽ അവർ നേടിയിട്ടുള്ള കാര്യങ്ങളോ ഒരു മെൻഷൻ ചെയ്യാതെ അവർ ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രം ഒരു എക്സ്പീരിയൻസിൽ ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് പകരം ഒരു ഉദാഹരണം പറയില്ല. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഇയർലി ഞാൻ ഒരു ടോപ്പ് പെർഫോമർ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവിടെ മെൻഷൻ ചെയ്താലാണ് ഈ റിക്രൂട്ട്മെന്റ് ടീമിന് മനസ്സിലാക്കുള്ളൂ, അപ്പൊ നിങ്ങളൊരു ആ ഒരു കമ്പനിയിലെ ടോപ്പ് പെർഫോമർ ആണ്. എപ്പോഴോ ആണോ ടോപ്പ് പെർഫോമർ ആയില്ല, അത് മന്ത് അനുസരിച്ച് ഓക്കെ മന്ത്ലി പെർഫോമൻസ് വെച്ച് ഞാനൊരു ടോപ്പ് പെർഫോമർ ആയിരുന്നു എന്ന് മെൻഷൻ ചെയ്താലും മാത്രം മതി. അതല്ലാതെ നിങ്ങളുടെ ജോബ് ഡിസ്കഷൻ മാത്രം എഴുതിയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്റർവ്യൂകൾ കിട്ടണമെന്നില്ല. കാരണം അതുപോലെ 100 കണക്കിന് CV അല്ലെങ്കിൽ റെസ്യൂമെ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, ആ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോൾ ലെറ്റർ, അതായത് ഒരു ഇന്റർവ്യൂവിന്റെ കോള് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇപ്പൊ നമ്മുടെ പ്രൊഫഷനിൽ ഏതാണ് തയ്യാറാക്കേണ്ടത്, CV ആണോ റെസ്യൂമെ ആണോ ബയോഡാറ്റ ആണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല റെസ്യൂമെ തയ്യാറാക്കി നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി എല്ലാവരും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.